2022 പുനർനിശ്ചയിച്ചെങ്കിലും 2020 അതേ നിരക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾക്ക് പണം നൽകുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റുകൾ പറയുന്നു. വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നും ഇതും പുനഃപരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടും. രണ്ട് കാരണങ്ങൾ നമുക്ക് ഇതിൽ പ്രതിപാദിക്കാൻ സാധിക്കും. ഒന്ന്, ഇതിൽ അർഹതപ്പെട്ടവരുടെ കൈകളിലും അനർഹരുടെ കൈകളിലും ഒരുപാട് കാരുണ്യ കാർഡ് ഉണ്ട്. ശരിക്കും അത് ഒരു ഫിൽട്ടർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്, ഇത് 2010 മുമ്പുള്ള ഒരു പാക്കേജ് റേറ്റ് ആണ്. ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ സാധാ ഒരു പ്രസവത്തിന് നോർമൽ ഡെലിവറിക്ക് 7000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതിൽ മരുന്നും ഡോക്ടേഴ്സ് ചാർജും വാർഡ് സൗകര്യവും ഒക്കെ ഉൾപ്പെടെ പ്രായോഗികമായിട്ട് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടല്ലേ. ഇടത്തര ആശുപത്രികളിൽ ഏറ്റവും ചുരുങ്ങിയത് 12,000 മുതൽ 14,000 രൂപ വരെ ചെലവ് വരുന്നത് 7,000 രൂപ. അങ്ങനെ ഓരോ ചെലവുകൾക്കും 10-12 വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഉള്ള ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഈ രോഗികളും ആശുപത്രി മാനേജ്മെന്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം. ഒന്ന്, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മാത്രം കാരുണ്യ കാർഡ് എത്തിക്കുകയും രണ്ട്, ഇതിൻ്റെ റേറ്റ് കാലോചിതമായി പരിഷ്കരിക്കുക. ഇത് രണ്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പദ്ധതി വളരെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിഥികൾ നമ്മൾക്കൊപ്പം ചേരും. അവരിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ വിശദാംശങ്ങളുമായി CV അനുമോദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനുമോദ്, വളരെ ഗൗരവമുള്ളൊരു വാർത്ത. കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കുടുംബങ്ങളെ അത് ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് ഇപ്പോഴത്തെ അവസ്ഥ? ശ്രുതി, കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ച ഒരു ആരോഗ്യക്ഷേമ അന്തരീക്ഷം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ ആശുപത്രികളൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്, കുറ്റമറ്റതാണ്. അതിനെല്ലാം അപ്പുറത്താണ് സർക്കാരിൻ്റെ ഈ കാരുണ്യ പദ്ധതി കാരണം എണ്ണമറ്റ ഏകദേശം 44 ലക്ഷത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, സർക്കാരിൻ്റെ സഹായമുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു വളരെ മികച്ച പദ്ധതിയാണ് കാരുണ്യ. അതിലൂടെ ഉണ്ടാകുന്ന മെച്ചം, അതായത് ഒരു ഹൃദ്രോഗികൾക്കാണെങ്കിൽ 1 ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ചികിത്സ പോലും ഇതിലൂടെ സൗജന്യമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്രമാത്രം ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനമാകുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ. ഈ പദ്ധതിയാണ് ഇപ്പോൾ താളം തെറ്റുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഫണ്ടിൻ്റെ അപര്യാപ്തത തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സർക്കാരിനും ഈ ഒരു പദ്ധതിയിലേക്ക് നീക്കിവെക്കാൻ ഫണ്ടില്ലാത്ത ഒരവസ്ഥ. നേരത്തെ നമ്മൾ ആശുപത്രി മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായിട്ടും ഇതിൻ്റെ നടത്തിപ്പുകാരുമായൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കുടിശ്ശിക കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഒരു 20 ലക്ഷം മുതൽ 20 കോടി വരെ കുടിശ്ശികയുള്ള ആശുപത്രികൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആശുപത്രികളുണ്ട്. അവർക്കൊക്കെ ഇതിന് നടത്തിപ്പ് കൊണ്ടുപോവുക എന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാര്യം. കഴിഞ്ഞ ഒക്ടോബറിൽ സമാനമായ രീതിയിൽ ഒരു നിലപാട് അവരെടുക്കുകയും നവംബർ മുതൽ കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ നൽകാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുകയും നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം സർക്കാർ 100 കോടി രൂപ ഇതിലേക്ക് അനുവദിച്ചു. പക്ഷേ ആ ഒരു 100 കോടി ഈ കുടിശ്ശിക മറികടക്കാൻ, അല്ലെങ്കിൽ കുടിശ്ശിക പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്ന് പറയുന്നു. അതിൽ തന്നെ 76 കോടിയോളം ഈ എക്യുപ്മെൻറ്റ്സ്, ആശുപത്രിയിലെ സൗജന്യ ചികിത്സയ്ക്കായി വാങ്ങിച്ച എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ച വകയിലേക്ക് മാറ്റിവെച്ചു എന്നാണ് ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റൊക്കെ വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ കുടിശ്ശിക ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുകയാണ്. ഇത്തരത്തിൽ ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് മാർച്ചോടെ ഇതിൽ നിന്നും കൂടുതൽ ആശുപത്രികൾ പിന്മാറാനുള്ള ഒരു സാധ്യത കാണുന്നത്. 411 ഹോസ്പിറ്റൽ ഉണ്ടായ സ്ഥാനത്ത് അതിലിപ്പോൾ 150ഓളം ആശുപത്രികൾ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു എന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഇതേ നിലയിലേക്കാണ് പോകുന്നതെങ്കിൽ കൂടുതൽ ആശുപത്രികൾ പിന്മാറും. ഒടുവിൽ സർക്കാർ ആശുപത്രികൾ മാത്രമായിരിക്കും ഈ ഒരു പദ്ധതി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാണ്. സർക്കാർ ഒരു സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ മാതൃകാപരമായ ഒരു പദ്ധതി ഫണ്ടിൻ്റെ അപര്യാപ്തത കാരണം നിലയ്ക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായ ഒന്നാണ്. ഇതിൽ ബന്ധപ്പെട്ട് നമ്മൾ സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ സംസാരിക്കുമ്പോൾ ഫണ്ട് ഒറ്റയടിക്ക് നൽകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല എന്ന് അവർ തന്നെ പറയുന്നു. പക്ഷേ ഈ മാർച്ചോടെ കുറച്ചെങ്കിലും ഫണ്ട് നൽകി
ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആശുപത്രി മാനേജ്മെന്റുകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാനുള്ളത് കോടികളാണ്, അവരുടെ നടത്തിപ്പിന്റെ പ്രശ്നമാണ്. അതാണ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അനുമോദ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ അത്രത്തോളം മികച്ച പദ്ധതികൾ കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. നമുക്ക് നിരവധി പുരസ്കാരങ്ങളടക്കം ഈ രംഗത്ത് ലഭിച്ചിട്ടുണ്ട്. കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് രോഗികളെ ബാധിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ 400 കോടിയോളമാണ് കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ ഒരു സമയത്ത് ഇത് നിർത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ 100 കോടിയാണ് അനുവദിച്ചതെന്ന് പറയുന്നു. അത് എങ്ങും എത്തുന്നില്ല എന്നുള്ളത് വ്യക്തമാണല്ലേ അവരുടെ വാക്കുകളിൽ നിന്ന്? തീർച്ചയായും ഈ ഒരു 400 കോടി എന്നുള്ളത് ഇതിൽ ഉൾപ്പെട്ട ആശുപത്രികളിൽ പലർക്കായിട്ടുള്ള തുകയാണ്, വലിയൊരു തുകയാണ്. അത് ദിനം പ്രതി കൂടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഓരോ ദിവസവും കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഓരോ ദിവസവും ഇതിൻ്റെ തുക കൂടി വരും. ഈ ഒരു തുക വലിയ ഒരു സംഖ്യയിലേക്ക് എത്തിക്കുമ്പോൾ 100 കോടിയൊന്നും പര്യാപ്തമാകുന്നില്ല എന്നതാണ് നിലവിലെ ഒരു അവസ്ഥ. മാത്രമല്ല ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്റ്റെൻഡ് പോലെയുള്ള വിലയേറിയ ഉപകരണങ്ങൾ അതെല്ലാം തന്നെ സൗജന്യ നിരക്കിലാണ് ഈ ഒരു കാരുണ്യ പദ്ധതി നൽകുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫണ്ട് നൽകാനുണ്ട്. അപ്പോൾ ഈ നേരത്തെ നൽകിയ 100 കോടിയിൽ നിന്നും അത്തരം ഉപകരണങ്ങൾ നൽകിയവർക്ക് ഒരു വലിയ സംഖ്യ മാറ്റിവെച്ചപ്പോൾ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് കിട്ടാനുള്ള തുക വളരെ കുറഞ്ഞുപോയി എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം. ഇതിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടാത്തതിന്റെ കാരണം ചിലപ്പോൾ ഇവർക്ക് പറയാനുണ്ടാകാം. പക്ഷേ അവിടെയും ഒരു നമ്മളെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ ചികിത്സയുടെ ഒരു വലിയ ഭീമമായ സംഖ്യ താങ്ങണമെന്നില്ല. അപ്പോൾ BPL കുടുംബങ്ങൾക്ക് മാത്രമായിട്ട് ഈ കാരുണ്യ പദ്ധതി പരിമിതപ്പെടുത്തുക എന്നുള്ളത് സാമൂഹ്യനീതിയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കണമെങ്കിൽ അത്തരത്തിലുള്ള സമീപനം വേണം. അവിടെ ഒരു സാമൂഹ്യനീതി എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു ചോദ്യം വരുന്നത് അവർക്കെങ്കിലും കിട്ടണ്ടേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിഥികൾ